ഹലോ, ഇന്ന് നമ്മൾ ഈ ഒരു ട്യൂലിപ്പ് കാർഡ് ഹോൾഡറിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കാർഡ് ഹോൾഡർ മനോഹരമാക്കാൻ നമ്മൾ ട്യൂലിപ്പ് പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പൗച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഈ ഒരു അബ്രിവേഷൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ 4 ആണിൽ റെഡും ബേജും ഗ്രീനും കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 mm ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ടേപ്പ് സ്ട്രീ നീഡിലാണ്. നമുക്ക് യാണൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഒരു വുഡൻ ബട്ടൺ എടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ച് മാർക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പൗച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. നമ്മൾ ബേജ് കളർ ഉപയോഗിച്ചാണ് ബോഡി പാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൻ്റെ ബോട്ടം പാർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേജ് കളറിൽ 30 ചെയിൻ ചെയ്യും. 30 ചെയിൻ ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ചെയിൻ ഇട്ടതിന് ശേഷം ഹുക്കിൽ നിന്നും സെക്കൻഡ് ലൂപ്പിലേക്ക് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഹുക്കിൽ നിന്നും സെക്കൻഡ് ലൂപ്പിലേക്ക് ഒരു 2 സിംഗിൾ ക്രോഷ്യ ഒരുമിച്ച് ഒരേ ചെയിനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് പറയുക. അതായത് ഒരേ ലൂപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയാം. ശേഷം നമ്മൾ തുടർന്ന് വരുന്ന ചെയിനുകളിൽ 27 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പം നമ്മൾ താഴെ വിൻഡോയിൽ കാണാം 27 SC എന്ന് എഴുതിയിരിക്കുന്നത്. SC എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ എന്നാണ് അർത്ഥം. അതായത് നമ്മളിനി 27 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ചെയിനിലായിട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഇടയ്ക്ക് ചെയിൻ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ 27ാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. 27ാമത്തെ സിംഗിൾ ക്രോഷ്യ. നമുക്ക് ലാസ്റ്റ് ഒരു ചെയിൻ കാണാം. അതിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഒരുമിച്ച് ഇടുകയാണ്. അപ്പോൾ നമുക്ക് വിൻഡോയിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. 3 സിംഗിൾ ക്രോഷ്യ ഇൻ ലാസ്റ്റ് ചെയിൻ. അതായത് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 എണ്ണം ഒരുമിച്ച് ഇടും. ഓക്കെ, ഇപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വർക്ക് തിരിച്ച് പിടിച്ചിട്ട് ആ ചെയിനിൻ്റെ മറുവശമാണ് ചെയ്യാൻ പോകുന്നത്. സെയിം നമ്മൾ ആദ്യത്തെ വശം ചെയ്ത പോലെ തന്നെയാണ് മറുവശത്തും ചെയ്യുക. ഇനി നമ്മൾ 27 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. ഇനി ഇങ്ങോട്ട് 27 സിംഗിൾ ക്രോഷ്യ. ഒപ്പം നമ്മൾ ആ ഒരു എക്സ്ട്രാ യാൺ വരുന്നില്ലേ, അതും അതിൻ്റെ കൂടെ ഹൈഡ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അതും കൂടി അതിൻ്റെ കൂടെ ഒന്നിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 27 സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്ടി. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. മൂന്നാമത്തത് ചെയ്യാണ്. 4
5 സിംഗിൾ ക്രോഷേ, ഇത് നമ്മൾ 27 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് കാണാം കേട്ടോ. നമുക്ക് ലാസ്റ്റത്തെ 27th സിംഗിൾ ക്രോഷേ ചെയ്യുകയാണ്. ഇനി നമ്മൾ ആദ്യമേ നമ്മളൊരു വർക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്ത് ആ ഒരു സ്റ്റിച്ചിലോട്ട് എത്തി. അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷയും കൂടി ഇട്ട് കൊടുക്കും. ഒരു സിംഗിൾ ക്രോഷയും കൂടി അവിടെ എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റത്തെ ചെയിനിലേക്ക് നമ്മൾ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനൊന്ന് ഗ്രാബ് ചെയ്തെടുക്കുക. ആ ഗ്രാബ് ചെയ്തെടുത്ത അതേ ലൂപ്പ് തന്നെയാണ് നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുന്നത്. ഇതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിനായിട്ട് ഒരു ചെയിൻ ഇടുക. ഇനി വരുന്ന രണ്ട് ലൂപ്പുകളിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിൻഡോയിൽ എഴുതിയിരിക്കുന്ന നോക്കിയോ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അതായത് അടുത്ത 2 സ്റ്റിച്ചുകളിൽ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. അതാണ് ഈ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേയിൽ ഇട്ട് കൊടുക്കാം. ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി സെക്കൻഡ് ലൂപ്പിൽ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ക്രോഷേ ഒരു ലൂപ്പിൽ തന്നെ ചെയ്യുക എന്നാണ്. ഇനി നമ്മൾ ആദ്യത്തെ റൗണ്ട് ചെയ്തതുപോലെ തന്നെ 27 സിംഗിൾ ക്രോഷേ അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക. ഓരോ ലൂപ്പിലും ഓരോന്ന് വീതം 27 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ 27 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. 27th സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി അടുത്ത 3 ലൂപ്പുകളിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അതിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക, അതാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. അതുപോലെ 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതാണ് വിൻഡോയിൽ ഞാൻ എഴുതിയിരിക്കുന്നത് 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇത് രണ്ടാമത്തെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. മൂന്നാമതും ഒരു ലൂപ്പിൽ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. അങ്ങനെ 3 സ്റ്റിച്ചിൽ റിപ്പീറ്റ് ചെയ്ത ശേഷം 3 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും 27 സിംഗിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിലായിട്ട് ഇട്ട് കൊടുക്കുക. 27 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5 6 നമുക്ക് നമ്മൾ 26 ചെയ്തു. 27th 1 ചെയ്യാണ്. ലാസ്റ്റത്തെ ലൂപ്പിൽ നമ്മൾ വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്യും, അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരി എടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് ഗ്രാബ് ചെയ്തെടുത്തു. സെയിം ലൂപ്പ് തന്നെ നമ്മൾ ഒന്നുകൂടി ഗ്രാബ് ചെയ്യുക. അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ പൗച്ചിൻ്റെ ബോട്ടം പാർട്ട്, അതായത് ബേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ബോട്ടം പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി പാർട്ടാണ്. അപ്പോൾ ബോഡി പാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെയ്യുന്നതിനായിട്ട് നമ്മൾ 2 ചെയിൻ മുകളിലേക്ക് ഇടുക. 2 ചെയിൻ
ചെയിൻ 2, 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടതിന് ശേഷം ആദ്യം കാണുന്ന ആ ലൂപ്പിൽ ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ 2 ലൂപ്പിലും എടുക്കുന്നില്ല, ബാക്ക് ലൂപ്പിലൂടെ മാത്രമേ നമ്മൾ സൂചി കടത്തി വിടുന്നുള്ളൂ. അതുകൊണ്ടാണ് BLO, അതായത് ബാക്ക് ലൂപ്സ് ഉള്ളി, പുറകിലുള്ള ആ ലൂപ്പുകളിലൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് സാധാരണ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ബാക്ക് ലൂപ്പ് മാത്രമാണ് നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കുന്നത്, അതിലൂടെ മാത്രമാണ് കടത്തി വിടുന്നത്. ബാക്ക് ലൂപ്പിലൂടെ മാത്രം കടത്തി വിട്ട് തേർഡ് DC ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ള് നമ്മൾ ബാക്ക് ലൂപ്പിലൂടെ മാത്രം ആണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയിലാണ്, ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ലാസ്റ്റ് വരെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ബാക്ക് ലൂപ്പിലൂടെ മാത്രം ചെയ്ത് കൊടുക്കാം. ബാക്ക് ലൂപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് റോ ആണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് റോ ചെയ്യാനായിട്ട് ആദ്യമേ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ 2, ഇനി DC അറൗണ്ട്. ഇപ്പം നമ്മൾ ഫുള്ള് മൊത്തം 2 ലൂപ്പുകളും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടാണ് DC ചെയ്യുന്നത്. 2 ലൂപ്പുകൾ ഞാൻ ഒന്നിച്ചെടുത്തിട്ട് ചെയ്യുന്നു. അപ്പോൾ DC അറൗണ്ട് ചെയ്ത് നോക്കുക. സാധാരണ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുക. ഓരോരോ ലൂപ്പിലും ഓരോന്നായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ ടോട്ടൽ സ്റ്റിച്ചസിൻ്റെ എണ്ണം കറക്റ്റാണോ എന്ന് എണ്ണി നോക്കണം കേട്ടോ. എന്നിട്ട് വേണം അടുത്ത റോ ചെയ്യാനായിട്ട്. നമ്മൾ ഈ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഇതേ റോസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിൻ്റെ 2 റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഈ ഒരു പൗച്ചിന് ടോട്ടൽ 1 2 3 4 5 6 7 8 9 റോസ് ആണുള്ളത്. അതിൽ ഓൾറെഡി 2 റോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 9 റോസും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ആദ്യമേ 2 ചെയിൻ ഇടുക, എന്നിട്ട് ഡബിൾ ക്രോഷ്യ എറൗണ്ട് ചെയ്യുക. ഓരോ റോ കഴിയുമ്പോഴും കറക്റ്റ് എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഡബിൾ ക്രോഷ്യ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് എണ്ണി നോക്കിയിട്ട് വേണം അടുത്ത റോയിലോട്ട് പോകാൻ. ഒരു സ്റ്റിച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വർക്ക് നമ്മൾ പിന്നെയും അഴിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ റോയിലും കറക്റ്റായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഡബിൾ ക്രോഷ്യ കറക്റ്റാണോ എന്ന് എണ്ണി നോക്കി ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് 9th റോയിലെ ഡബിൾ ക്രോഷ്യകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറൗണ്ട് നമ്മൾ ലാസ്റ്റ് റോയുടെ ഡബിൾ ക്രോഷ്യ ചെയ്യണം.
നമുക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യാനുണ്ട്. ലാസ്റ്റ് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ട് അവിടെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു. നമ്മൾ ആദ്യത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിനെ നമ്മൾ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെയിൻ കൂടി ഇട്ട ശേഷം കുറച്ച് നൂലിൽ കുറച്ച് ടെയിൽ ഇട്ട ശേഷം മാത്രം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 9 റോസ് കിട്ടി. 1 2 3 4 5 6 7 8 9. നൂല് കുറച്ച് നീട്ടിയിട്ട ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ആ ലൂപ്പ് ഒന്നുകൂടി ഇങ്ങനെ വലിച്ച് ആ നൂല് പുറത്തേക്ക് എടുത്ത ശേഷം അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ വർക്ക് സെക്യൂർ ആയിട്ടുണ്ടാവും. നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ പൗച്ചിൻ്റെ ട്യൂലിപ്സ് ഫ്ലവേഴ്സിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളർ പാർട്ടാണ് ചെയ്യുന്നത്, ലീഫുകൾ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗ്രീൻ കളർ യാൺ എടുത്തു. അതിന് മുന്നേ നമുക്ക് ആ ടെയിൽ എൻഡ് ഒന്ന് ഹൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടേപ്പ് സ്ട്രെയിനിലോട്ട് ആ ടെയിൽ നമ്മൾ കോർത്തെടുക്കുക. ശേഷം ബോഡി പാർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ സൂചി കടത്തി കുറച്ച് സ്റ്റിച്ചിലൂടെ ഇങ്ങനെ കടത്തി വിടുക. സൂചി ഇങ്ങനെ കടത്തി വിടുക. നന്നായി വലിച്ച് വയ്ക്കുക. എന്നിട്ട് ആ DCയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണാത്ത വിധം മെല്ലെ മെല്ലെ കടത്തി വിട്ട് കുറച്ചധികം സ്റ്റിച്ചിലൂടെ കടത്തി വിടുക. എന്നിട്ട് വലിച്ചെടുക്കുക. ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ചെറുതായിട്ട് അതൊന്ന് വലിച്ചു പിടിച്ചിട്ട് തന്നെ ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലീഫ് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രീൻ കളർ യാൺ എടുക്കുക. യാണിൽ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിലോട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് ഇട്ട് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത ശേഷം അതൊന്ന് ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടു. 4 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മുടെ ബോഡിയിലെ 2 ലൂപ്പുകൾ സ്കിപ്പ് ചെയ്ത ശേഷം ഒരു DC ചെയ്യുക. അതായത് ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഒരു ചെയിൻ ചെയ്യുക. ചെയിൻ 1. വീണ്ടും അതേ ലൂപ്പിലോട്ട് തന്നെ ആദ്യം DC ചെയ്ത അതേ ലൂപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. വീണ്ടും നമ്മുടെ ബോഡി പാർട്ടിൽ 2 ലൂപ്പ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ലൂപ്പിൽ ഒരു DC ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ ചെയ്യുക. സെയിം അതേ ലൂപ്പിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. ഇതിനാണ് നമ്മൾ വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. വീണ്ടും നമ്മുടെ ബോഡി പാർട്ടിൽ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ ചെയ്യുക.
വീണ്ടും അതേ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യും. ഇങ്ങനെ നമ്മൾ അവസാനം വരെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഒന്നുകൂടി അടുത്ത 2 ലൂപ്പ് സ്കിപ്പ് ചെയ്യുക. മൂന്നാമത്തെ ലൂപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി സെയിം ലൂപ്പിൽ തന്നെ ചെയ്യാം. ഇത് നമ്മൾ ബോഡി പാർട്ട് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. സ്കിപ്പ് ടു 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ ഇൻ സെയിം സ്റ്റിച്ച്. ലാസ്റ്റ് വൺ ചെയ്യാനായിട്ട് നമുക്ക് 3 ലൂപ്സ് കാണാം. നമ്മൾ ആ മൂന്നാമത്തെ തന്നെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ആദ്യമേ ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1, ചെയിൻ 2, മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത ശേഷം നമ്മൾ യാണിന് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കത് ഹൈഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലീഫ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതിനായിട്ട് റെഡ് കളർ യാണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മോഡലിൽ കാണിച്ചിരിക്കുന്നത് മൾട്ടി കളർ യാണാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സിൽ ഞാൻ ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ യാണ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് 2 കളർ മിക്സ് ആയിട്ട് വരുന്നത്. ഇവിടെ ഞാനത് റെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ യാണ് ഇങ്ങനെ എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിലേക്ക് 2 ചെയിൻ കൂടി ചെയ്യാം. ശേഷം നമ്മൾ ഇതിലേക്ക് 4 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യും. ആദ്യം ചെയ്ത 2 ചെയിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യാക്കി കണക്കാക്കും. അങ്ങനെ ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യ വരുന്ന പോലെ നമ്മൾ ഈ സ്റ്റിച്ചിലേക്ക് ചെയ്യും. സെയിം സ്റ്റിച്ചിലാണ് നമ്മൾ ഈ 5 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുന്നത്. ത്രീ ഡബിൾ ക്രോഷ്യ, 4th ഡബിൾ ക്രോഷ്യ, 5th ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ആ ലൂപ്പൊന്നും 5ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത ശേഷം ആ ലൂപ്പൊന്ന് കുറച്ച് വലുതാക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ലൂപ്പിലൂടെ ഇട്ട ശേഷം ആ ലാസ്റ്റ് ലൂപ്പൊന്ന് വലിച്ചെടുക്കുക. ഒരു ചെയിൻ ചെയ്യുക, ഒരു ചെയിനും കൂടി ചെയ്യുക. അങ്ങനെ 2 ചെയിൻ ചെയ്തു. ഇപ്പം നമുക്ക് ഒരു ഫ്ലവർ കിട്ടി. ഇതെങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ആ വി സ്റ്റിച്ചിലോട്ട് തന്നെയാണ് ഇടേണ്ടത് കേട്ടോ. വി സ്റ്റിച്ച് വന്നിരിക്കുന്നത് ചെയിൻ സ്പേസിലേക്കാണ് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷ്യ, സെയിം വി സ്റ്റിച്ചിൻ്റെ ചെയിനിലേക്ക് തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് 1,
third one, fourth one, fifth one. ഇങ്ങനെ 5 ഡബിൾ ക്രോഷ്യ നമ്മൾ സെയിം വി സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്പേസിൽ ചെയ്തെടുത്തു. അഞ്ചാമത്തതിൻ്റെ ലൂപ്പ് ഇച്ചിരി വലിച്ച ശേഷം ഫസ്റ്റ് വണ്ണിൻ്റെ ലൂപ്പിലൂടെ ഇട്ടിട്ട് ആ അഞ്ചാമത്തെ ലൂപ്പ് ഇങ്ങനെ ചെറുതാക്കി വലിച്ചെടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെയിൻ ചെയ്യുക, ഒരു ചെയിനും കൂടി ചെയ്യുക. അങ്ങനെ 2 ചെയിൻ ചെയ്ത ശേഷം അടുത്ത സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ വി സ്റ്റിച്ചിലേക്കാണ് ചെയ്യേണ്ടത്, ഈ ചെയിൻ സ്പേസിലോട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4 5 ഡബിൾ ക്രോഷ്യ നമ്മൾ സെയിം വി സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്പേസിൽ ചെയ്തെടുത്തു. എന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ആ ലൂപ്പുകൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ ലൂപ്പിലേക്ക് വലിച്ചെടുത്തു, 2 ചെയിൻ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വി സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്പേസിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 ഡബിൾ ക്രോഷ്യ ചെയ്ത ശേഷം ലാസ്റ്റ് വണ്ണിനെ ലൂപ്പ് ഇച്ചിരി വലിച്ചെടുക്കുക. ഫസ്റ്റ് വണ്ണിൻ്റെ ലൂപ്പിലൂടെ ഇട്ടിട്ട് ലാസ്റ്റ് വണ്ണിൻ്റെ ലൂപ്പ് ഗ്രാബ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. 1 2 ചെയിൻ ചെയ്യുക. ഇങ്ങനെ വി സ്റ്റിച്ചിൻ്റെ ഓരോ ചെയിൻ സ്പേസിലേക്കും നമ്മളിതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. ഇതിനെ പോപ്കോൺ സ്റ്റിച്ച് എന്നും പറയും കേട്ടോ. One 2 3 4 5 ലാസ്റ്റ് ലൂപ്പ് ഇച്ചിരി ലൂസാക്കുക. ഫസ്റ്റ് ലൂപ്പിലൂടെ ഇടുക. ലാസ്റ്റ് വണ്ണിൻ്റെ ലൂപ്പ് ഈ ഫസ്റ്റ് ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. 1 ചെയിൻ 2 ചെയിൻ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ചെയ്യാണ്. ചെയിൻ ചെയ്ത ശേഷം ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഒരു ചെയിൻ എക്സ്ട്രാ ചെയ്തിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്യുക. കുറച്ച് ടെയിൽ ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. നമ്മളത് ഹൈഡ് ചെയ്യാനുള്ളതാണ്. സൂചിയിൽ കയറ്റിയിട്ട് ഹൈഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടെയിൽ വേണം. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്ത് അതോടെ സെക്യൂർ ആക്കുക. നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പൗച്ചിൻ്റെ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടെയിലൊന്ന് ഹൈഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ടേപ്പ് സ്ട്രെയിനറിലോട്ട് നമ്മൾ ആ ടെയില് കോർത്തെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ കയറ്റി സെയിം കളർ യാണിൽ കൂടെ തന്നെ കയറ്റി വിടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ആ ടെയിൽ പാർട്ടൊന്ന് ഹൈഡ് ചെയ്ത് നീറ്റാക്കി എടുക്കുക. കുറച്ച് സ്റ്റിച്ചുകളിലൂടെ ഇങ്ങനെ കയറ്റി വിട്ട ശേഷം നമ്മളതൊന്ന് വലിച്ചെടുക്കുക. വീണ്ടും കുറച്ചുകൂടി 2-3 സ്റ്റിച്ചിലൂടെ കയറ്റി വിടുക. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചേർത്ത് തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വലിക്കുക. നമ്മുടെ വർക്കൊന്ന് വലിച്ച് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൗച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്യൂലിപ്പിൻ്റെ പാച്ചും സെക്യൂർ ആക്കാൻ ഒരു ബട്ടൺസും ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.